ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിവിടെ ആയിട്ട് ഇപ്പോൾ നിൽക്കുക, ഭൂമിയിൽ നമ്മളിവിടെ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഭൂമി നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളിവിടെ നിന്ന് നിരത്തുന്ന റോഡ് ഭയങ്കര ഗ്രൗണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭൂമിക്ക് നടുക്കായിട്ട് പോയി നിന്ന് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് എന്തോന്നാണ്, ഒരു സർക്കിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അതായത് 4 ബാർ മെക്കാനിസത്തിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉപയോഗിച്ച് വെലോസിറ്റി ആൻഡ് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഒന്ന് ഷോർട്ട് ഞാനൊന്ന് ഓടിച്ചു വിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു റഫ് ഫിഗർ തന്നിരിക്കും. ഇതായിരിക്കും റഫ് ഫിഗർ. അതിന് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. സ്കെയിൽ എത്രയാണോ 1 സെൻറ്റിമീറ്ററിൽ 10 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വാല്യൂസ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, ഇതിങ്ങനെ വരച്ചു. കോൺഫിഗറേഷൻ ഡയഗ്രാം സെറ്റായിട്ട് വരച്ചു, സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ. അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അത് ജസ്റ്റ് ഈ അളവ് മെഷർമെൻ്റ് എടുത്ത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് ABCD എന്ന് പറഞ്ഞ് പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ചല്ലേ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, അതാണ് ഫസ്റ്റ്. ഇത് ഇപ്പോൾ n × n - 1/2 അതാണ് ഇക്വേഷൻ. n എത്രയാണ്? 1 2 3 4 1 2 3 4. ഓക്കെ, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, അങ്ങനെ 1 2 3 4. അപ്പം 4 n എന്ന് പറയുന്നത് 4. അപ്പോൾ 4 × 4 - 1/2 ചെയ്യുന്നു. അപ്പോഴത്തേനും നമുക്ക് 6 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 6 ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് കിട്ടിയതോ I12 23 34 I14. അപ്പോൾ ഇതല്ലാതെ ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പം നെയിമിങ് ചെയ്തു, നെയിമിങ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അപ്പോൾ 1 2 3 4 എന്ന് എടുത്തിട്ട് 1 ഉം 2 ഉം, എന്നിട്ട് 2 ഉം 3 ഉം 3 ഉം 4 ഉം അങ്ങനെ കൊടുത്തു. അങ്ങനെ 1 ഉം 3 ഉം 2 ഉം 4 ഉം അങ്ങനെ 1 3 2 4 കൊടുത്തു. 1 ഉം 4 അങ്ങനെ കൊടുത്തു. അപ്പോൾ 1 2 3 4 5 6 എണ്ണം ആയി. ഇതിനകത്ത് I12 എന്നുള്ളത് നമുക്കറിയാം, I23 എന്നുള്ളത് നമുക്കറിയാം, I34 എന്നുള്ളത് അറിയാം, I14 എന്നുള്ളത് അറിയാം. I13 I24 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് ചെയ്തു, 2 സർക്കിൾ ഇങ്ങനെ വരച്ചു. 1 ഉം 3 ഉം കൂടെ ജോയിൻ ചെയ്തു. 1 ഉം 3 ഉം കൂടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 2 ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ I12 ആൻഡ് I23 I12 ആൻഡ് I23 ചെയ്യാൻ നേരത്ത് I12 ഇതാണ്, I23 ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വരച്ചു. അപ്പോൾ അത് ഇവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ പോകും. അതിനുശേഷം എന്താണ്, അതിനുശേഷം ഈ സർക്കിൾ കൺസിഡർ ചെയ്യുക. അപ്പം 1 1 4 4 3 1 4 എന്ന് പറയുന്നത് ഇതാണ്, 3 4 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമറിക്കുന്നത് ഇത് ഇവിടെയാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റാണ് എന്തോന്ന്, I13 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചു. അതിനുശേഷം 2 4 എന്ന് പറയുന്നത് 2 നും 4 ഉം കൂടെ ജോയിൻ ചെയ്ത് അടുത്ത ഇത്. അപ്പോഴത്തേക്കും 1 2 ഉം 1 4 ഉം 1 2 എന്ത് ചെയ്യും, ഇത് 1 4 എന്ത് ചെയ്ത്, അപ്പോൾ ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ 4 3 ഉം 2 3 ഉം, അതായത് 3 4 ഉം 2 3 ഉം 2 3 ഉം 3 4 ഇതും കൂടെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പം ഇത് ഇവിടെ ആയിട്ട് മുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ടും, മുട്ടാതിരിക്കത്തില്ല. അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും തരുന്നത്, ഷുവറായിട്ട് അതങ്ങനെ മുട്ടും. അതിപ്പം നമ്മൾ ഒരു അങ്ങനെ വാല്യൂ എടുത്തതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഇതായി പോയത്. സപ്പോസ് ഇത് ശകലം കൂടെ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു 30 mm, പിന്നെ അടുത്തൊരു 35 3.5 സെൻറ്റിമീറ്റർ ആണെങ്കിലും ഇത് ചിലപ്പോൾ ഇവിടെ മുട്ടിയാനേ. ഓക്കെ, എനിവേ അപ്പം അതങ്ങനെ കണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ I24 ഉം കിട്ടി. ഓക്കെ, I13 കിട്ടി, I24 ഉം കിട്ടി. ഇനി എന്താണ്, ഇനിയിപ്പം നമ്മൾ ചെയ്തത് എന്താ, നമുക്ക് എന്തോന്ന് തന്നിട്ടുണ്ട്, ഒരു സൈഡിലെ RPM തന്നിട്ടുണ്ട്, ക്ലോക്ക് ബേസിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒമേഗ 2πn/60 ചെയ്തു. അപ്പം നമുക്ക് എന്തോന്ന് കിട്ടി, ആ ലിങ്കിൻ്റെ ഒമേഗ AB കിട്ടി. അപ്പം V = R ഒമേഗ അല്ലേ, ഒമേഗ അറിയാം, ഇതിൻ്റെ ഈ ലെങ്ത്തും അറിയാം. അത് വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കത്തില്ലേ, വെലോസിറ്റി ഓഫ് VBയും കിട്ടി, VBയും ഒമേഗ ABയും കിട്ടി. ഓക്കെ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒമേഗ കിട്ടും. ആദ്യം നമുക്ക് എന്തോന്ന് കിട്ടും, ആദ്യം ഒമേഗ കിട്ടും, ഒമേഗ AB. ശ്രദ്ധിച്ചോണേ, ആദ്യം നമുക്ക് ഒമേഗ AB കിട്ടും. ആദ്യം ഒമേഗ AB കിട്ടി. ഇനിയിപ്പോൾ ഈ B എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോന്നുണ്ട്, B എന്ന് പറയുന്ന സ്ഥലത്ത് വെലോസിറ്റി B ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും, VB നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ, V = R ഒമേഗ അല്ലേ, ഒമേഗ നമുക്കറിയാം, അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോന്ന് പറ്റും, R നമുക്കറിയാം, ഇവിടുത്തെ ദൂരം കിട്ടാൻ എന്തോന്ന് കിട്ടും, വെലോസിറ്റി. അപ്പോൾ VB കിട്ടും. അപ്പോൾ VB കണ്ടുപിടിച്ചു.
ഇനിയിപ്പോൾ വി ബി കഴിഞ്ഞിട്ട് അടുത്തത് ഇനി എങ്ങോട്ട് എന്തോന്നാണ് ഉള്ളത്? ബി സി. ബി സി എന്ന് പറയുന്നത് അടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? ഒമേഗ ബി സി കിട്ടും. ഒമേഗ ബി സി കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ എന്തോന്നുണ്ട്? ഇവിടെ എന്തോന്നുണ്ട്? അടുത്ത വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി സി. ഓക്കെ, അതായത് ബി സി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് എന്തോന്നാണ്? അതിനുശേഷം പിന്നെയും എന്തോന്നാണ്? ഒമേഗ സി ഡി. ഓക്കെ, അതിനുശേഷം ഇതും കൂടെ ഫിക്സഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബാലൻസ് ഒന്നും കാണത്തില്ല, ഇത്ര തന്നെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതെടുക്കുവാണെങ്കിൽ ഇതിൽ എന്തോന്നുണ്ട്? ആദ്യം നമുക്ക് ഈ സൈഡിൻ്റെ അകത്ത് ഒമേഗ എ ബി കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഒമേഗ എ ബി കിട്ടും. ഒമേഗ എ ബി നമുക്ക് ആദ്യം കിട്ടും. ഓക്കെ, ഒമേഗ എ ബി ആദ്യം കിട്ടും. അതിനുശേഷം നമ്മൾ ഒമേഗ എ ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും? ബി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കും. ഇനി ബി കണ്ടുപിടിച്ചതിന് ശേഷം ബി വെച്ചിട്ട് എന്തോന്ന് കണ്ടുപിടിക്കും? അടുത്തത് ഒമേഗ ബി സി കണ്ടുപിടിക്കും. ഒമേഗ ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും? നാലാമത്തത് ബി സി കണ്ടുപിടിക്കും. ബി സി കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത എന്തോന്ന് കണ്ടുപിടിക്കും? ഒമേഗ സി ഡി കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അടുത്തതാണെങ്കിൽ എന്തോന്ന്? ബി ഡി വന്നേനെ, ഡി കഴിഞ്ഞിട്ട് എ ഡി വന്നേനെ, അങ്ങനെ പറഞ്ഞു പോകാൻ. ഇതിപ്പോൾ ഇത് എ ഡി ഫിക്സഡ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് എ ഇല്ല. അല്ല, ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എന്തോന്ന്? ആദ്യം വെലോസിറ്റി ഓഫ് ഡി വന്നേനെ, ഇതിൻ്റെ ബാക്കി വെലോസിറ്റി ഓഫ് ഡി വന്നേനെ. അപ്പോൾ നമ്മൾ ഡി അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അതിനുശേഷം ഒമേഗ എ ഡി ആയേനെ, എ ഡി വന്നേനെ. അപ്പോൾ എ ഡി ഇല്ല. പിന്നെ അതിനുശേഷം ബി എ ആയേനെ, ബി എ അതും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും, ഒരു ലിങ്കിൽ നിന്ന് തുടങ്ങും. ആ ലിങ്കിൽ നിന്ന് തുടങ്ങി തൊട്ടപ്പുറത്തുള്ള പോയിന്റിലുള്ള വെലോസിറ്റി ബി, അതിനുശേഷം അടുത്ത ലിങ്ക് ആയിട്ടുള്ള ഒമേഗ, പിന്നെ ബി, പിന്നെ ഒമേഗ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒമേഗ എ ബി കിട്ടിയത് വെച്ച് നമ്മൾ ബി കണ്ടുപിടിക്കുന്നു. ബി കിട്ടിയത് വെച്ച് ഒമേഗ ബി സി കണ്ടുപിടിക്കുന്നു. ബി സി കിട്ടിയത് വെച്ച് ഒമേഗ സി ഡി കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് പോകുന്നു. ലാസ്റ്റ് ബാക്കിയുള്ളത് ഈ താഴെ ഭാഗത്തേക്കുള്ളതിലേക്ക് വരാത്തതിന് കാരണം ഇത് ഫിക്സഡ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്. ബാക്കിയെല്ലാം കണ്ടുപിടിച്ചതിൻ്റെ കാര്യം അതാണ്. മറ്റേ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് ഗ്രാഫിക്കൽ മെത്തേഡിലാണെങ്കിലും. ഓക്കെ, അപ്പം ബി കണ്ടുപിടിച്ചു. ഇനി ബി കഴിഞ്ഞിട്ട് അടുത്ത ഈ ബി വെച്ചിട്ട് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കും? ഒമേഗ ബി സി. ബി സിക്കൽ ടു ആർ ഒമേഗ ബി സി. അതിങ്ങനെ പോയാൽ മതി. അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഒമേഗ ബി സി വെക്കാൻ നേരത്ത് ഒമേഗ ബി സി കിട്ടും. ഒമേഗ ബി സി കിട്ടിയതിന് ശേഷം അടുത്തത് ബി സി ഈക്വൽ ടു I13C ഇൻറ്റു ഒമേഗ ബി സി എന്ന് പറഞ്ഞ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കും. അങ്ങനെ ഇക്വേഷൻ വെച്ച് ഒരു വാല്യൂ അളന്ന് എടുത്തെടുത്തെടുത്ത് ഇനിയിപ്പം ഈ I13B എന്ന് പറയുന്നത് അളക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മെഷർ ചെയ്യുക സ്കെയിലും കൊണ്ട്, എന്നിട്ട് ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്തോന്നാകും? അത് MM-ലേക്കാവും. എന്നിട്ട് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 5.6 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് അളന്നപ്പോൾ കിട്ടിയത്. ഇൻറ്റു ഞാൻ സ്കെയിൽ ചെയ്തു, ഇൻറ്റു 10. അപ്പോൾ എനിക്ക് 56 mm എന്ന് കിട്ടി. അതിന് ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 0.056 എന്ന് പറഞ്ഞ് കിട്ടി. എന്നിട്ടാണ് ഞാൻ ഒമേഗ ബി സിയുമായിട്ട് ഗുണിച്ചത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പം അവർ ചോദിച്ചിരിക്കുന്ന ഒമേഗ സി ഡി നമുക്ക് അങ്ങനെ കിട്ടും. അതുപോലെ ബി സിയും നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു സൈഡ് ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കറങ്ങി വരാൻ നേരത്ത് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇൻസുലിൻ സെൻറ്റർ ഓഫ് ഫോർബാർ മെക്കാനിസം.